ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യമായിട്ട് ഞാൻ ചുരുക്കമായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബുദ്ധിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ലാമ ഫാമിലി, പുരകിത ഫാമിലി പേരുന്നവരാണ്. ബുദ്ധിസ്റ്റ് ഫാമിലിയിൽ ലാമ ഫാമിലി, പുരകിൻ ഫാമിലിയിൽപ്പെട്ടവരാണ്. എൻ്റെ സ്വന്തം നാട് വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് ആണ്. ഞങ്ങൾ നേപ്പാളി കാസ്റ്റുകളാണ്, നേപ്പാളി ജാതികളാണ്, നേപ്പാളി വാസം, ഇന്ത്യൻ രാഷ്ട്രീയ വാസമാണ്. പ്രൈസലോട് അതിന് പ്രൈസലോട് എൻ്റെ പിതാവിന് 6 മക്കളിൽ ഞാൻ മൂത്തവനാണ്. പ്രൈസലോട് അങ്ങനെ 1974 ഞാൻ കേരളത്തിൽ പ്രൈസലോട് ടൂർക്കായാണ് വന്നത്. രാഷ്ട്രീയം കളിച്ച് കോട്ടയം പോലീസ് സീറ്റിൽ ജനിച്ച് വളർന്നു. രാഷ്ട്രീയം കളിച്ച് 100 കൂട്ടുകാർക്ക് മേലെ ആയിരുന്നു. രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു. പാർലമെന്റ് സ്ഥിരമായില്ല, പാർലമെന്റ് ആയില്ല. ഇന്റർവ്യൂ നടന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ കുറച്ചു നാൾക്ക് വേണ്ടി ടൂർക്ക് വന്ന മനുഷ്യനാണ്. അവിടെ കേരള എന്നത് അറിയത്തില്ല. ചുരുക്കം എല്ലാം കൂടി മദ്രാസ് എന്ന് പറയുന്നത്. മദ്രാസിക്കാർ, ഞാൻ മദ്രാസ്കാരനാണ് വന്നത്. പക്ഷെ വന്നത് കേരളത്തിൽ. പ്രൈസ് ലോർഡ്. അതും തേയിലത്തോട്ടത്തിൽ, തേയില എസ്റ്റേറ്റിൽ. അത് വന്നത് എൻ്റെ അമ്മയുടെ എൻ്റെ അങ്കിൾ അവിടെ സാഹിബ് കാലത്തിൽ മിലിറ്ററി ജോലി രാജവച്ചിട്ട് 2 പേഴ്സൺ അങ്കിൾ വേറൊരു അങ്കിൾ സാഹിബ് പിന്നെ കൂട്ടത്തിൽ ജോലിക്കായി പിരിച്ചിട്ട് മിലിറ്ററി സൈഡിൽ രാജവച്ചിട്ട് പോയി വന്നതാണ്. അങ്ങനെ വർഷങ്ങളായവർ വന്ന് ഭാഗവൻ എന്ന് പറയുന്ന ദേശത്തിൽ തേയിലത്തോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്കിളിനെ കൂടെ, അങ്കിൾ 1 മാസത്തിൽ ലീവ് നാട്ടിൽ വരും. അപ്പോൾ ലീവ് നാട്ടിൽ വരുമ്പോൾ ഞാൻ അങ്കിൾ ഞാനും കുറച്ച് നാളേക്ക് അങ്കിളിനെ കൂടെ മദ്രാസ് കാണാൻ വരാം. മദ്രാസ് കാണാനായി വന്നത്. അപ്പോൾ ഞാൻ വളരെ കുസൃതിയും അനുസരണക്കേടും എൻ്റെ പിതാവിന് തലവേദനക്കാരായിരുന്നു. എന്നെ 3 തവണ ഇവനെ ഭൂമിക്ക് മേൽ വയ്ക്കാൻ പാടില്ല എന്നെ കൊന്ന കഥ പറഞ്ഞുകൊണ്ട് എന്നെ 3 തവണ എൻ്റെ പിതാവ് കത്തി വാല് വെച്ച് എന്നെ കൊല ചെയ്യാനായിട്ട് വരുമ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു. 3 മരണത്തിൽ എന്നെ രക്ഷിച്ചു. എത്തനില പിച്ചത്തി എന്നെ നെഞ്ചിക്ക് നേരെ പ്രൈസലോട് എന്നെ ദൈവം എന്നെ രക്ഷിച്ചു. അത് മാത്രമല്ല, ഞാൻ കുറെ അഭ്യാസമെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അഭ്യാസം കാരണം മാത്രം പറയാൻ പറ്റിയില്ല. ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് ഞാൻ ആ പിതാവിനെ കൊലപാതകത്തെ ദൈവം രക്ഷിച്ചു. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അത് മാത്രമല്ല, എൻ്റെ കുസൃതി, എൻ്റെ പ്രൈസ് ലോർഡ് പിതാവിനെ തലവേദന മാറ്റുവാനായി, എനിക്ക് മര്യാദ പഠിപ്പിക്കുവാനായി എനിക്ക് 22 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ എൻ്റെ പിതാവിനെ കല്യാണം നടത്തി. മര്യാദ പഠിപ്പിക്കാനായിട്ട് കല്യാണം കെട്ടി കൊടുത്താൽ പെണ്ണാവും, പിന്നെ വിട്ടുപോകത്തില്ല. ചങ്ങലച്ച് കെട്ടിയ പോലെ കെട്ടിക്കും. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു. പ്രേക്ഷകരോട് സംഗതിയെല്ലാം ശരി. പ്രേക്ഷകരോട് കുറിച്ചത്തെ മാറിയില്ല. 1972 നവംബർ 10 വിവാഹം നടത്തി. 1974 ജനുവരി മാസം 26 റിപ്പബ്ലിക് ഡേ രാവിലെ 8 മണിക്ക് ഭാര്യ മൂത്ത മകൻ പ്രസവിച്ചു. ഇന്ന് അവൻ തിരുസൂരിൽ പെണ്ണെടുത്ത് വിവാഹം കഴിച്ച് 2 ആൺപിള്ളേരെ ഭാഗം താമസിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവ ചുരുക്കം പറയാണ്, അങ്ങനെ ടൂർക്ക് വന്ന മനുഷ്യനാണ് ദൈവം എന്റെ പേര് ചൊല്ലിച്ചത്. ഞാൻ യേശുവിനെ അംഗീകരിക്കുന്ന ആളില്ല. ഞാൻ സഖൈനെ പോലെ കൊടിയവനാണ്. ഇപ്പോൾ ഇച്ചിരി പൊക്കമായിരുന്നു. അന്ന് തീരെ പൊക്കം കുറവായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അഭ്യാസവും പഠിച്ചവർ ഇന്ത്യയിലെ 16 ഭാഷ ഒരുപോലെ സംസാരിക്കും രക്ഷിക്കപ്പെടുന്ന മുമ്പ്. പക്ഷെ ഇവിടെ മറ്റു ഭാഷകൾ യൂസ് ഇല്ലാത്തതിനാല് എന്നാൽ ഇപ്പോഴും തമിഴോ മലയാളമോ നേപ്പാളിയോ ഹിന്ദിയോ ഒരുപോലെ ഉപയോഗിക്കും. ദൈവത്തിന്റെ കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, പാരമ്പര്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ മാത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 1974 മാർച്ച് മാസം ഞാൻ മദ്രാസ് കാണാൻ വേണ്ടി കേരളക്ക് വന്നത്. യേശുവിനെ വിശ്വസിക്കുന്നവരും സുവിശേഷിക്കുന്നവരും പരസ്യം നടത്തുകയും മയക്കെല്ലാം പിടിച്ച് ബൈബിളെല്ലാം കീറി ഫ്രാക്സെല്ലാം കീറി ഞങ്ങൾ ഗുണ്ടേസ്മാരിയായി ഞങ്ങൾ ഓടിച്ച് കളഞ്ഞിരുന്നത്. നമ്മുടെ ടൗണിൽ, നമ്മുടെ സിറ്റിയിൽ മതപരിവർത്തനം പാടില്ല. കള്ള ക്രിസ്ത്യാനികൾ, തട്ടിപ്പുകാർ ബൈബിളായിട്ട് മയക്കായിട്ട് വന്നിരിക്കുന്നു. ഇവർക്ക് വേറെ ജോലിയില്ല, ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ മടിയായതുകൊണ്ട് മനുഷ്യനെ പട്ടിച്ച് നടക്കുക എന്നവർ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഞാൻ ചുരുക്കം പറഞ്ഞു പോവുകയാണ്. എൻ്റെ പിതാവും ഞാൻ കേരളത്തിൽ അങ്കലിൽ കൂടെ, മദ്രാസ് അങ്കലിൽ കൂടെ കടന്നു വരുമ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എടാ, നീ മദ്രാസ് പോയാൽ അവിടെ അനേക ക്രിസ്ത്യാനികളുണ്ട്. മാമോദീസക്ക് കൂടെ എടുത്തിട്ട് ക്രിസ്ത്യാനി ആയാൽ നീ എൻ്റെ അപ്പനെ വിളിക്കാൻ പാടില്ല, ഞാൻ നിന്റെ മകൻ വിളിക്കത്തില്ല, നീ ഇങ്ങോട്ടുള്ള വെട്ടിത്തുണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വലിയ ജാതിയാ, വലിയ കുടുംബമാ, വലിയ മാലക്കാരാ, അപ്പടി ഇപ്പടി പറഞ്ഞു. ഞാൻ ആണായി ജീവിച്ചതിനാണ്, മുഖം നോക്കി പറഞ്ഞു, ആണായി ജീവിച്ചതിനാണ് എനിക്ക് യേശു വേണ്ട. ആണായി ജീവിച്ചാൽ ക്രിസ്ത്യാനി ആകത്തില്ല. ഞാൻ ബുദ്ധ മതത്തിൽ തന്നെ വിശ്വസിക്കും. ശ്രീ ബുദ്ധനെ ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്ത്യാനി ആകത്തില്ല. യേശു എനിക്ക് വേണ്ട. യേശു അവതരപുത്രൻ. ബുദ്ധമതത്തിൽ നാമമാരി അവതരപുത്രൻ അവതരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. പ്രിയമുള്ള സ്തോത്രം. ഞാൻ ക്രിസ്ത്യാനി ആകത്തില്ല, യേശു വിശ്വസിക്കില്ല, യേശു സത്യദേവല്ല, യേശു കള്ളന. ആമേൻ. തർക്കിച്ച് വന്ന് പിതാവ് പറഞ്ഞു, നീ കേരളത്തിൽ പോയി ക്രിസ്ത്യാനി ആയാൽ നീ നശിച്ചു പോകുമെന്ന് പറയും. നീ നശിച്ചു പോകും. നിന്റെ ഭാര്യയും കാണിയില്ല, നിന്റെ കുഞ്ഞനെയും കാണിയില്ല, ഞങ്ങളെയും കാണില്ല, നീ ഞങ്ങളും കാണിയില്ല, നീ നശിച്ചു പോകും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, ഒരിക്കലും നശിക്കത്തില്ല, നോക്കാമെന്ന് പറഞ്ഞു. അങ്കലിൽ കൂടെ പോയിട്ട് വരണം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വന്നു. യേശു എന്റെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ യേശുവിന്റെ വാക്കുണ്ട്, ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, നീ വന്നതല്ല, ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ജീവിക്കുന്ന ദൈവമോ. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ നിന്നെ നശിപ്പിക്കുവാൻ താല്പര്യപ്പെടും. എന്നെ വിശ്വാസിച്ചില്ലെങ്കിൽ നശിപ്പിക്കും. വിശ്വസിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്റെ പിതാവ് പറഞ്ഞ വാക്കിന് ഓർമ്മ വന്നു. ക്രിസ്ത്യാനി ആയാൽ എന്തായി പോകും? യേശുവിനെ വിശ്വസിച്ചാൽ എന്തായി പോകും? നശിച്ചു പോകുന്ന. നീ നിന്റെ കുടുംബം നശിച്ചു പോകും. പക്ഷെ എന്നെ പേര് ചൊല്ലി വിളിച്ച് യേശു പറഞ്ഞത്, നീ എന്നെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ദൂരക്കം പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, യേശുവിനെ വിശ്വസിച്ചാൽ എന്ത് ലാഭം? യേശുവിനെ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? യേശുവിനെ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ഗുണങ്ങൾ? 6 കൂട്ടം ചോദ്യങ്ങൾ ഞാൻ ഭാഗവൻ അങ്കൽ വീട്ടു വെച്ച് എന്റെ യേശുവിനെ ചോദിച്ചു. പക്ഷേ തമിഴും தெரியாது, മലയാളം അറിയത്തില്ല. തമിഴും தெரியாது, മലയാളം അറിയത്തില്ല. കർത്താവിനോട് സംസാരിച്ചത് എന്റെ സ്വന്തം ഭാഷ നേപ്പാളി ഭാഷ യേശു സംസാരിച്ചത്.
അപ്പം യേശുവിനെ ക്രൈസ്തവരോട് ഹല്ലേലൂയ അറിയാത്ത ഭാഷ ഒന്നുമില്ല. യേശുവിനെ അറിയാത്ത ഭാഷ ഒന്നുമില്ല. നമ്മൾ തമിഴ്ക്ക് വെച്ച് ഭാഷയുടെ വ്യത്യാസമുണ്ട്, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? ക്രൈസ്തവർ എന്നാൽ നമ്മുടെ ദൈവത്തിന് എല്ലാ ഭാഷ മനസ്സിലാകും. ഗ്ലോറി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ ആറ് ചോദ്യത്തിനും മറുപടി എന്റെ യേശുവിനേക്ക് കൊടുത്തു. അങ്ങനെയാണ് യേശു എന്റെ ജീവിത സുന്ദരച്ചങ്ങനെ സ്വീകരിച്ചു. സുന്ദരച്ചങ്ങനെ സ്വീകരിച്ച് 1974 യേശുവിനെ സുന്ദരച്ചങ്ങനെ സ്വീകരിച്ചു. പക്ഷേ ഞാൻ പള്ളിക്ക് പോവാ, എല്ലാ തമിഴ് ആൾക്കാരാ. മലയാളമാണോ തമിഴാണോ എനിക്കൊന്നും അറിയത്തില്ലാണ്. മലയാളമാണോ തമിഴാണോ എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം മുണ്ട് ധരിച്ചവരും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മുണ്ട് ധരിക്കാനില്ല. ഷൂട്ടും ബൂട്ടും ടിപ് ടോപ്പായി നടക്കുന്നത് രാജ്യത്തിലേക്ക്. ഞാൻ ചിരിച്ച് കളിയാക്കിയിട്ടുണ്ട്. അരിയമേലത്തനല്ലേ എന്നത് അരിയമേലത്തനാണ്. ക്രൈസ്തവർ ഹല്ലേലൂയ. എന്നാൽ നിങ്ങളൊരു സഭയ്ക്ക് പോയി ആരാധിക്കുമ്പോൾ പാട്ട് പാടുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ. എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. കൈ തട്ടാനുണ്ട്, ഞാൻ കളിയാക്കോ പുറയിൽ നിന്നിട്ട് കളിയാക്കോ. പാട്ട് പാടുന്നുണ്ട്, അവൻ പ്രസംഗിക്കുന്നുണ്ട്, എനിക്കൊന്നും ഒരു ചുക്കം മനസ്സിലാക്കുന്നില്ല, ഒരു കാര്യം തലയിൽ കയറുന്നില്ല. അവൻ കുറെ പൈസ 1.5 മാസം പള്ളിക്ക് പോയി ശേഷം അങ്കാരോട് പറഞ്ഞു, അങ്കാരെ നിങ്ങൾ നോക്കും ഞാനില്ല. നിങ്ങൾ നോക്കും ഞാനില്ല, എനിക്ക് ഭാഷ മനസ്സിലാക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പോയി എന്റെ കാര്യം ഞാനില്ല, നിങ്ങൾ പൊക്കോ. പക്ഷേ അന്നത്തെ കാലത്തിലെ ചാറുമണി സിഗരറ്റ് ഉണ്ട്, അതൊക്കെ ഞാൻ ഒരു ദിവസം 8 പാകി പഠിക്കും. ചാറുമണിയാണ് കിട്ടുമോ? ഇല്ല, ഏറ്റവും ഡോസ് കൂടിയ സിഗരറ്റാണ് ചാറുമണിയാണ്. 8 പകൽ പഠിക്കും. ക്രൈസ്തവർ അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ അമ്മേ ക്രൈസ്തവർ ഭാഷ അറിയത്തില്ല, കൈകട്ടി ആരാധിക്കുന്നു. 10-40 പേരുണ്ട്, ആരാധിക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്കൊന്നും ഒന്നും തലയ്ക്ക് മനസ്സിലാക്കുന്നേ ഇല്ല. ഞാൻ പക്ഷെ അങ്ങോട്ട് അങ്ങനെ നിങ്ങൾ നോക്കോ, ഞാനില്ല, ഭാഷ എന്നതൊന്നും ഒന്നും മനസ്സിലാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവർ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടിയാ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവർ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടിയാ. നീ എന്തിനെ വിഷമിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അവർ ആരാധിക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ വിളിച്ചത്. അവർ ആരാധിക്കുന്ന ദൈവമാണ് ഞാൻ, അതാണ് ഞാൻ വിളിക്കുന്നത്. നീ മനസ്സിലായില്ലെങ്കിൽ നീ ഭാരപ്പെട വേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ കേരളക്കരയിൽ ഞാൻ സാക്ഷ്യം നിർത്തും. പക്ഷെ 10,000 പാസ്റ്റർ കോൺഫറൻസ് 10,000 മലയാളികൾ ഇരിക്കുമ്പോൾ നേപ്പാളി പാസ്റ്റർ ഞാൻ ഒരാളെ ഉള്ളൂ. ട്രിവാൻഡ്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. രാജധാനി ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് അമേരിക്കൻ നിഗ്രോ ആണ് ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ് മാർഗം പറ്റത്തില്ല. അങ്ങനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 1975 ഞാൻ 1975 സെപ്റ്റംബർ മാസം 14-ാം തീയതി തമിഴ്നാട് വിരുദ്ധനഗറിലുള്ള തമിഴ് പാസ്റ്റർ കൈക്കില്ലെന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടും. പക്ഷേ എനിക്ക് സ്ഥാനപ്പെടുന്നത് ഒന്നിക്ക് അറിയത്തില്ല. ഒന്നേ ഉള്ള ക്രിസ്ത്യാനി, ബന്ധുക്കോസാണ്, മാർത്തമാര, കാത്തലിക്കാർ, നമുക്ക് ഒന്നും അറിയത്തില്ല. എന്നാൽ കാത്തോലിക്ക ചേർക്കാൻ ഒരു ഗ്രൂപ്പും, യാക്കോബ സഭയിൽ ചേർക്കാൻ വേറൊരു ഗ്രൂപ്പ്, CSL ചേർക്കാൻ വേറൊരു ഗ്രൂപ്പ്, പെന്തിക്കോസ ചേർക്കാൻ പാസ്റ്റർമാർ വേറെ ഗ്രൂപ്പ്. എനിക്ക് ഒന്നും അറിയത്തുമില്ല, എന്റെ കയ്യിൽ ബൈബിളും ഇല്ല. ദർശനത്തിൽ ദൈവം സംസാരിക്കും. ഞാൻ സുന്ദരച്ചനെ സ്വീകരിക്കുന്ന സമയത്തില് ദൈവനെ വാക്ക് കാണിച്ചു. സുവിശേഷം 6:33 വാക്യം, ഭൂമിയുടെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോട് കൂടെ നിനക്ക് ലഭിക്കും. എന്താണ് എനിക്ക് ഒന്നും അറിയത്തില്ല. ദർശനം കാണിക്കുക. ഞാൻ ബൈബിളിൽ അന്വേഷിക്കുമ്പോൾ അതെല്ലാം മറുപടി കിട്ടി. ഞാൻ സന്തോഷപ്പെട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ആമേൻ എന്റെ ജീവിത അനുഭവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 74 കടന്നു വന്ന മനുഷ്യൻ
എൻ്റെ വൈഫ് മൂത്ത കുഞ്ഞെ കാണാൻ വേണ്ടി പോയത് 78-ല്. 5 വർഷം ഭാര്യ കുഞ്ഞിനെ കാണാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് വെട്ടി തുണ്ടാക്കും, കൊന്ന കളയും. അത് റെഡിയായി നിൽക്കുക. ദൈവം പറയും നീ പോകണ്ട, നീ അയക്കുമ്പോൾ പോയാൽ മതി. അങ്ങനെ 78-ല് പോയി. 1978-ല് പോയി ഭാര്യ പിന്നെ മൂത്തവണ്ണി കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്നു. എനിക്ക് ആ വന്ന വിശ്വാസത്തിൽ വന്ന ചൂട് കണ്ട്, വിശ്വാസത്തിൽ വന്ന എന്നത് നാട്ടിക്ക് പോയി. 78 നാട്ടിക്ക് പോയി. അവിടെ എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള് ബെഞ്ചുക്കോസ് മാസ്റ്റർ സഭ നടത്തുന്നുണ്ട്. അവിടെ ഒറ്റ സഭയോ കുറച്ച് പേരേ ഉള്ളൂ. എന്നെ കൊണ്ടാണ് ഞാൻ സ്ഥാനപ്പെട്ടു. എന്നെ ഭാര്യ സ്ഥാനപ്പെടണം പറഞ്ഞത് ഭയങ്കര ഇതാണ്. ഞാൻ വചനം അറിയത്തില്ല, ഞാൻ സ്ഥാനപ്പെട്ട് സംബന്ധിച്ച് ഉപദേശം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒറ്റ നിർബന്ധം നീ സ്ഥാനപ്പെടണം. പള്ളിക്കും പോയിട്ടില്ല, പ്രാർത്ഥന അറിയത്തില്ല, പാഠം അറിയത്തില്ല, വചനം അറിയത്തില്ല, കൂട്ടം കണ്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ നിർബന്ധത്താൽ ഒന്നും അറിയാതെ കൊണ്ടുപോയി. 1978 ഡിസംബർ മാസം 25 ക്രിസ്മസ് അന്ന് രാവിലെ 10 മണിക്ക് അവിടെ എല്ലാവരും ചേർന്ന് 10 പേര് സ്ഥാനപ്പെടുത്തി. എൻ്റെ ഭാര്യയും സ്ഥാനപ്പെടുത്തി. സ്ഥാനപ്പെടുത്തി മനസ്സ് എന്നെ വെള്ളത്തിൽ മുക്കി. എന്നതിന് ചോദിക്കും, വെള്ളത്തിൽ എന്നെ മുക്കി എന്നതിന് എൻ്റെ ഭാര്യ ചോദിക്കുന്നു. Praise the Lord. Hallelujah. ഓർക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കരച്ചിലും ഒരു പാസ്റ്റർ, ചില സന്തോഷം ഉണ്ടാകും. കരയാനല്ല, സന്തോഷിക്കാൻ ദൈവം ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ ചുരുക്കം പറയാം. പ്രൈസ് അത് കഴിഞ്ഞ ശേഷം പ്രൈസ് ദൈവം എനിക്ക് നല്ല കമ്പനിയിൽ, കൽക്കട്ട കമ്പനി, ഗോയിങ്ക കമ്പനി നല്ല ജോലി കൊടുത്തു. ജോലിയുടെ ബന്ധത്തിൽ അമ്മയെ രക്ഷ സൂക്ഷിച്ചു. അനേക ബൈബിൾ സ്റ്റഡികൾ ചെയ്തു. അനേക ബൈബിൾ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേക അനുഭവം സമ്പാദിക്കുവാനും ബൈബിളിൽ 300 തവണ ഈ ദാപ്പാകളെ ധ്യാനിക്കുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ അനേക ആത്മീക വരങ്ങളും കൃപകളും പ്രായം സഹായിച്ചു. അങ്ങനെ ചുരുക്കം പറഞ്ഞു വരട്ടെ. ഇപ്പൊ 5 മക്കൾ, 5 മക്കളുടെ 4 ആൺപിള്ളേരുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. 5 മക്കളും എല്ലാം നന്നായിട്ടുമുണ്ട്, എല്ലാം നന്നായിട്ട് ജീവിക്കുന്നു. മൂത്ത മകളുടെ ഭാര്യയാണ് മല്ലേശ്വരി മോളെ ട്രിവാൻഡ്രംകാരി. രണ്ടാമത്തെ മരുമകൾ തൃശ്ശൂർക്കാരി. ഹല്ലേലൂയ. എൻ്റെ മോളെ ട്രിവാൻഡ്രം സിറ്റിയിലെ തന്നെ കെട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സുഖമായി നന്നായിട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 4ാമത്തെ മോൻ മാത്രം സകല പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഭാര്യയായിട്ട് മക്കളില്ല. അവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ കെട്ടിരിക്കുന്നത് കേരളത്തിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയുടെ അമ്മയുടെ ആങ്ങളുടെ മോളാണ് കെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സുഖമായിട്ട് അവരുടെ ഇളയ മകൻ ആണും പെണ്ണായിട്ട് എറണാകുളത്ത് ഭീമാ ജോലി ചെയ്ത് ജീവിക്കുന്നു. എല്ലാവരും ദൈവകൃപയെ സന്തോഷമായിരിക്കുന്നു. ട്രിവാൻഡ്രം, തൃശ്ശൂര്, അവൻ കോട്ടയം, ഇടുക്കി എല്ലാത്തിനും ദൈവകൃപയാൽ മക്കളുണ്ട്, മരുമക്കളുടെ സ്വന്തക്കാരെല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അവൻ ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. ഒറ്റയ്ക്കാ വന്നത്. ഇപ്പം ഫാമിലിയിൽ 18 പേരുണ്ട്. 18 പേരുണ്ട്. ഒറ്റയ്ക്ക് വന്നത്. ദൈവത്തിന്റെ പദ്ധതി ആർക്കും എണ്ണാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പദ്ധതി ആർക്കും പറയാൻ സാധിക്കത്തില്ല. I only say down to follow Jesus. I only say down to follow Jesus. I only say down to follow Jesus. No turning back, no turning back, no turning back, no turning back. And I was born in a Sami Kuruvai precious welcome. Hallelujah. Personally, and കേരളത്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ ഒരു വിശ്വാസി പോലും ഇല്ലായിരുന്നു. നാട്ടിൽ, ഇവിടെയല്ല, നാട്ടിൽ ഡാർജിലിംഗിൽ ഒരു വിശ്വാസി പോലും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ചുരുക്കം പറയാം, ഒറ്റവാക്കിൽ ദൈവകൃപയാൽ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിലെ വൈഫിൻ്റെ ചേച്ചി മക്കളെല്ലാം പാസ്റ്റർമാരായിരിക്കും.
എൻ്റെ മൂന്നാമത് അന്യൻ്റെ സ്വന്തം മക്കൾ മൂത്തവൻ സിംഗപ്പൂരിലെ പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത് മോൻ ഡൽഹിയിലെ സ്വന്തമായിട്ട് സഭ നടത്തി പാസ്റ്റർ ജോലി ചെയ്യുന്നു. അങ്ങനെ നാട്ടിലും വിഭിന്ന അനേക കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി മാറിയിരിക്കുകയാണ്. അനേക വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിപ്ലവമുണ്ട്. പ്രാർത്ഥന ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല, അത് നിലവിളിയാണോ, അത് നിലവിളിയാണോ? പ്രൈസ് ലോർഡ്. അത് താക്കോലാണോ, അത് കീയാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രിയ ദൈവജനമേ, ദൈവത്തെ മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തിൽ പല പ്രതിസന്ധികൾ, പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടം, ഇന്നലെ അപമാനം വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് പലപ്പോഴും പിന്മാറി പോകണം. പ്രൈസ് ദി ലോർഡ്. ആ പഴയ ജീവിതം പോകണം പറയുമ്പോൾ യേശു അമീൻ തന്ന പാട്ടാണ്. പക്ഷെ പാട്ടിന് അർത്ഥമുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ആരാണ് പാടിയത്, എന്തിനാണ് പാടിയത്, എവിടെയാണോ പാടിയത്, ആരാണോ പാടിയത്, പിന്നെ അതിന് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കലും യേശുവെ പിന്മാറി പോകാൻ പാടില്ല, യേശുവെ വിട്ട് മാറാൻ പാടില്ല. യേശു ജീവിക്കുന്ന ദൈവമാ, അവനിൽ ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് ബലമാ, നമുക്ക് ആയുസ്സ്. Glory to God. Thank you, Jesus. നമുക്ക് വചനത്തിലേക്ക് പോകാം. എല്ലാവരും പ്രാർത്ഥനയിലെ ആയിരിക്കും. വചനത്തിലെ പോകാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-36 വാക്യം വായിക്കാമോ? പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, താഴ്ത്തി സമർപ്പിക്കുന്നു. നീ സർവവ്യാപി, സർവജ്ഞാനിയും സർവശക്തിമാനും യഹോവ ഈരെ, യഹോവ റൂബ, യഹോവ റഫ, യഹോവ ഷാലോം, എബനേശ്വർ, ഇമ്മാനുവേൽ കൂടിയിരിക്കുന്നവൻ, അത്ഭുത മന്ത്രി, വീരൻ, നിത്യപിതാവ്, ആദ്യാന്തായവൻ, കർത്താവേ സമർപ്പിക്കുന്നവനാഥ. കർത്താവേ, നിന്റെ മക്കളാണ് ഞങ്ങൾ എല്ലാവരും. ഭാഷയ്ക്കും ജാതിക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരേ വിശ്വാസം, ഒരേ ആത്മാവ്, ഒരേ ദാനം, ഒരേ വങ്ങളാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഇന്ന് പകലക്കാലം കർത്താവെ ആരാധന കൂടി ദൈവരാശം, ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കരമേൽപ്പിക്കുന്നു. അടിയൊന്നുമില്ല രാജ. കർത്താവെ, മോശയോട് ഇടപെട്ട ദൈവം, മോശയോട് സംസാരിച്ച ദൈവം, ഹല്ലേലൂയ. അടിയനോട് ഇടപെടുന്നതിൽ പ്രാർത്ഥിക്കുന്നു. വളരെ മാന്യക്ക് ക്ഷമിക്കുമാറണമേ. കേൾക്കാൻ ജനങ്ങൾക്ക് ഹൃദയം തുറക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കേൾക്കുവാൻ ചെവി ബന്ധമായി തീരാതെ. ആമേൻ. കർത്താവെ, മനസ്സിലാക്കുവാൻ, ഭാഷകളെ മനസ്സിലാക്കുവാൻ, പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാൻ, ഹൃദയത്തിലേക്ക് ഗ്രഹിക്കുവാൻ ചെയ്യണം. തടസ്സങ്ങൾ, പോരാടി സഭയ്ക്ക് എതിരായി, ആത്മാക്കൾക്ക് എതിരായി, ഹല്ലേലൂയ, പോരാടുന്ന എല്ലാ പോറുകളെയും, അന്ധകാര ശക്തികൾ, വിചാര ക്രിയകളെ, മാന്ത്രിക ശക്തികളെ, മദ്യപന വെരികുതൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത കർത്താവേ, സഭയെ കുടുംബത്തിന്റെ എല്ലാ സ്നേഹത്തെ കൂടി വെളികെട്ടുവയ്ക്കണം, സൂക്ഷിക്കണം, മാനമോദരിക്കണം. യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ. അവൻ ഒന്നുകൂടെ വായിച്ച് പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാര് 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 37
അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ആ രണ്ട് ശിഷ്യന്മാരെ കേട്ടിട്ട് യേശുവിനെ പിന്തുടർന്നു. Praise the Lord. അതുവരെ യേശു കൂടുതൽ ആരുണ്ട്? അതുവരെ യേശുവിന് കൂടുതൽ ആരുണ്ട്? ആരുമില്ല. Praise the Lord. നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണം. എനിക്കിപ്പം 75 ആയി കിടക്കുകയാണ്. 75. ഇനി അടുത്ത ജനുവരി 25 അല്ല 2025 ഏപ്രിൽ മാസം 15 ആകുമ്പോൾ 76 കിടക്കും. ഞാൻ 72 കിടക്കും. അവ ചിലപ്പോൾ മറിവുകളൊക്കെ തലയിൽ കയറുന്നുണ്ട്, തലക്കിടക്കൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ പാസ്റ്റർ എനിക്ക് പറക്കാൻ തോന്നുന്നുണ്ട്. എന്തെന്ന് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദേവദാസന്മാരെ ഞമ്മള് ശുശ്രൂഷ സമയങ്ങള് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് ആണെന്ന് ഭാരപ്പെടല്ലേ? ഒറ്റയ്ക്ക് കൊണ്ട് ഭാരം ഉണ്ടാക്കണമല്ലേ? ഭാരം ഉണ്ടാക്കണം. ഒറ്റയ്ക്കുണ്ട് ആരുമില്ല ഭാരം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പിന്നല്ലേ ഒരു കൂട്ട ഗ്യാങ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട് പ്രാർത്ഥിക്കാൻ. ഭാരപ്പെടുന്ന ഒന്നുമില്ല. 24 hours പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ കാണുന്നില്ല. ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ്. യേശുവിന്റെ കടകപ്പെട്ടവനാണ്. ദൈവം തിരിച്ചതാണോ? ദൈവം വേർതിരിച്ചതാണോ? അതിന് സാധന നൽകുന്നതാണോ? ദൈവം വലിയവനാണ്. ആദ്യം ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അത് ഒത്തിരി മർമ്മങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പറയാൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ഉപവാസിക്കുക, ഒരു കുടുംബത്തിന് വേണ്ടി ഉപവാസിക്കുക, സഭയ്ക്ക് വേണ്ടി ഉപവാസിക്കുക, രോഗത്തിന് വേണ്ടി ഉപവാസിക്കുക, കടപ്പാടത്തിന് വേണ്ടി ഉപവാസിക്കുക, ജോലിക്ക് വേണ്ടി ഉപവാസിക്കുക, വിവാഹത്തിന് ഉപവാസിക്കുക, ദേശത്തിന്, സാമ്പത്തിന്, എല്ലാത്തിനും ഉപവാസിക്കുക. ഉപവാസത്തിന്റെ പല അർത്ഥങ്ങളുണ്ട്. വിധിക്കപ്പെട്ടവർ മാത്രം ഉപവാസിക്കത്തുള്ളൂ. ചുമ്മാ ഭാഷയിൽ നിന്ന് ഒരു അർത്ഥം ഉണ്ടാക്കിയില്ല, ഒരു മറുപടി ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെ പറഞ്ഞില്ലേ, ആമേൻ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി മാറിയിട്ടില്ല. വ്യാധിന് പറയും രോഗം മാത്രമല്ല, പല രോഗങ്ങളാണ്, പല വിഷയങ്ങളാണ്. സ്വതന്ത്രം ചെയ്യാമോ? സ്വതന്ത്രം ചെയ്യാമോ? നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിലായാലും, ഏത് പ്രശ്നങ്ങളായാലും വിദ്യാഭ്യാസത്തിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ സമയം, പരീക്ഷത്തിന് ജയിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, സഭയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. അനേക ഉന്നതരായ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ കുട്ടികൾ അതിനെ ചുരുക്കുവരെ കാണുള്ളൂ. ദൈവമക്കളുടെ കുട്ടികൾ ചുരുക്കുവരെ കാണുള്ളൂ. 95% മറ്റ ആൾക്കാർ കാണും. ദൈവമക്കൾ എത്ര കാണും? 4-5 പേർ കഷ്ടിച്ച് കാണും. ജയിക്കാൻ സാധ്യതയില്ല. എന്നാൽ വീട്ടിലും സഭയിലും ഒരുമനപ്പെട്ട പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കൂടി, പ്രാർത്ഥനകൾ ശബ്ദം, പ്രാർത്ഥനകൾ എത്തുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ കൂടി ആ പ്രാർത്ഥനയുടെ ശക്തി കുഞ്ഞുമക്കളുടെ ഇറങ്ങി, കുഞ്ഞു മക്കളുടെ ഇറങ്ങി, ദൈവം കൊടുത്ത് ജ്ഞാനം നോക്കി കൊടുത്ത് അവർ മറ്റവർക്കാലും അധികമായി മാർക്കോളെ ജയിച്ച് പാസ്സാക്കി അവർ പോയി പാസ്സായി തീരുമ്പോൾ നല്ലത് പഠിക്കുന്നുമില്ല.
അവൻ അത്സരവുമില്ല. ഇമാര് എങ്ങനെ ജയിച്ചു? അപ്പോൾ ടീച്ചർമാർ തലയിൽ വയ്ക്കും. ടീച്ചർമാർ എന്തെങ്കിലും ചെയ്ത കാണും അല്ലേ? പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ച് കാണും. അതാ അവർ ജയിച്ചത്. അതല്ല, നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ദൈവം എന്നെ ചെയ്തു. പരീക്ഷ എഴുതാനുള്ള അറിവും ജ്ഞാനും ബുദ്ധി വിവേകം നരമ്പത്തിൽ വിട്ടുകൊടുക്കും. നരമ്പത്തിൽ വിട്ടുകൊടുക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അതേ ഭാഷ ജയിച്ചു. ജോലി കിട്ടും. പ്രാർത്ഥനയാണ് പ്രാർത്ഥന. ഇവിടെ വയസ്സുള്ളത് ഓർക്കാറിയും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് മണിക്കൂർ പോണ സംസാരിച്ചു. സമയം പോയി അറിയില്ല. ഹല്ലേലൂയ. അത് സമയം ആയാൽ പറയണം. ഹല്ലേലൂയ. ഈ സഭ സംബന്ധിച്ച് ഒത്തിരി മർമ്മങ്ങളുണ്ട്. സഭ സംബന്ധിച്ച് മർമ്മങ്ങളുണ്ട്. കാണുന്നവർക്ക് കാഴ്ചക്ക് കുഴപ്പമില്ല. പാസ്റ്റർ സഭയ, ചിന്ന സഭയ, പെരിയ സഭയ, കുഞ്ഞ സഭയ, വലിയ സഭയ പറയും. പക്ഷെ വിലി അനുസരിച്ച് വേല ചെയ്യണം. ഹല്ലേലൂയ. വിലി അനുസരിച്ച് എന്ത് ചെയ്യണം? വേല ചെയ്യണം. വിലി അനുസരിച്ച് വേല ചെയ്താൽ പൊടി കിട്ടുന്നില്ല. വീട് പണിയാൻ പറ്റുന്നില്ല. അവിടെ കടക്കും. വീലി മേസ്തർക്ക് ജോലി മേസ്തരി ചെയ്യണം. തയ്യൽ ടൈലർക്ക് ജോലി ടൈലർ ചെയ്യണം. എഞ്ചിനീയർ ജോലി എഞ്ചിനീയർ ചെയ്യണം. ഹല്ലേലൂയ. ഡോക്ടറുടെ ജോലി ഡോക്ടറെ ചെയ്തേ മതിയാകുള്ളൂ. പിന്നെ വേറൊന്നുമുണ്ട്. ചില വീട്ടിലെ അമ്മ ആഗ്രഹിക്കുന്നത് എന്നാ മോന് എഞ്ചിനീയർ ആകണം. മോൻ ആഗ്രഹിക്കും എനിക്ക് ഡോക്ടർ ആകണം. അപ്പൻ്റെ അമ്മയുടെ നിർബന്ധത്താൽ എന്നെ പഠിപ്പിച്ചു, ഡോക്ടറെ പഠിപ്പിച്ചു. പക്ഷെ മോനിക്ക് എന്താ ആഗ്രഹം? എഞ്ചിനീയർ ആഗ്രഹം. അപ്പൊ അപ്പൻ്റെ അമ്മയിലെ കാശ് മുടക്കുന്നത് ഡോക്ടറെ പഠിപ്പിച്ചു. തലക്ക് കയറുന്നില്ല. കാരണം ഇഞ്ചക്ഷൻ ഒഴിക്കാനും ചെക്കപ്പ് ചെയ്യാനും രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം ചിന്ത വേറെയാ. എഞ്ചിനീയർ ഭരിക്കണം, പാളം പണിയണം, കെട്ടിടം പണിയണം. അല്ലേ? അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഓരോ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ഓരോ അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്രകാരം മുമ്പോട്ട് കടന്നു പോകണം. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ തമിഴ്നാട്ടിലെ പണ്ട് 50 വർഷത്തിന് മുമ്പിലെ കാര്യമാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ 3000 കുടുംബമുണ്ട്. എത്ര കുടുംബം? തമിഴ്നാട് ഗ്രാമ കൊലനിയില്ല, കൊലനി പോലെ 3000 കുടുംബമുണ്ട്. പക്ഷേ അവിടെ ഒരു വിശ്വാസിയില്ല, ഒരു സഭയില്ല. ഭയങ്കര അമ്പലം, ഭയങ്കര കൊലയും, ഭയങ്കരമായ പൂജാറും. അങ്ങനെ നേതാവുണ്ടല്ല, അങ്ങനെ നേതാവ് ഓർഡർ ഇല്ലാതെ അത് കയറാൻ പറ്റത്തില്ല. ശരിയല്ലേ? കയറാൻ പറ്റത്തില്ല. അടിച്ച് കൊന്നറിയാം ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു പയ്യൻ യേശുവെ തൊട്ട്. ഇതുപോലെ പയ്യന്മാരെയാ. 18 വയസ്സ് പയ്യനാ. യേശുവെ തൊട്ടു. പക്ഷെ പയ്യൻക്ക് അറിയത്തില്ല യേശുവിനെ തൊട്ടണം. ദർശനം കണ്ടു. യേശുവിന്റെ മോനെ ഇങ്ങോട്ട് ബാപ്പ, അങ്ങോട്ട് കൂട്ടമുണ്ട്, ദൂരത്തിൽ അങ്ങ് പോയിരിക്കാമോ? എൻ്റെ പയ്യൻ യേശുവിനോട് എന്താണെന്നൊന്നും അറിയത്തില്ല. പയ്യൻ ദൂരത്തിൽ പോകുമ്പോൾ പാട്ട് പാടി പെന്തിക്കോസ്തർ ആരാധന കണ്ടു. പയ്യനെ ഇഷ്ടപ്പെട്ടു. ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവരാ. അവിടെ ഇഷ്ടപ്പെട്ട് കയറി ഉക്കരം തുടങ്ങി. ഇരുന്ന് പ്രേക്ഷകരോട് അവിടെ എപ്പോഴും പോകാൻ തുടങ്ങി. പ്രേക്ഷകർ ഒളിച്ച് പോകാൻ തുടങ്ങി. സ്കൂളിൽ പോകാമേ ഉപവാസം പോകാൻ തുടങ്ങി. പ്രേക്ഷകർ ഞായറ്റിക്കിഴമ കളിക്കാൻ പോകാൻ പറഞ്ഞുകൊണ്ട് ആ സഭയ്ക്ക് പോകാൻ തുടങ്ങി. പ്രേക്ഷകർ പോയി 5-6 മാസം ആകുമ്പോൾ അപ്പൻ അറിഞ്ഞു നിന്റെ മക പെന്തിക്കോസ്ത് സഭയിൽ പോകുന്നുണ്ട്, പാടുന്ന കൂട്ടത്തിൽ പോകുന്നുണ്ട്. വിശദ പയ്യനെ അടിച്ചു, ശരിക്ക് അടിച്ച് ഉപദ്രവിച്ചു. പ്രൈസ് ദി ലോർഡ്.
പയ്യനല്ലേ, അയ്യോ അത്തോ എന്നെ അടിക്കില്ലേ എന്ന് പറഞ്ഞു. നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. എനിക്ക് വിട്ടു. ഞാൻ പയ്യൻ ഇറങ്ങിപ്പോയി. അതേ സമയം തിരിച്ചു പോയി. ഞാൻ വീട്ടിൽ പോകുന്നില്ല. എന്നെ അപ്പൻ എന്നെ ഇറക്കി വിട്ടു. ഇനി വീട്ടിൽ പോയി എന്നെ കൊന്ന കളയും. അതൊന്നും എന്നെ സഹായിക്കണം. കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ ആ പയ്യനെ കൈകൊണ്ട് വീട്ടിൽ നിർത്തി പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, കൈയടക്കണം, വചനം പഠിപ്പിച്ചത് ബൈബിൾ കോളേജ് അയച്ചു. ഹല്ലേലൂയ. ബൈബിൾ കോളേജ് അയച്ചു. ബൈബിൾ കോളേജ് പോയി BTS പഠിച്ചു. വീട്ടിൽ പഠിച്ച ശേഷം ശരിക്ക് ആത്മാവെ ആരാധിക്കുന്ന വചനം ശരിക്ക് പഠിപ്പിക്കണം. ശരിക്ക് ക്ലാസ് ബൈബിൾ കോളേജ് കിട്ടി. ബൈബിൾ കോളേജ് നിന്നോട് ആത്മാവിനെ വളർന്നു, വചനത്തെ ശക്തി പ്രാപിച്ചു, ധൈര്യപ്പെട്ടു. BTS കഴിഞ്ഞു, ഗ്രാജുവേഷൻ മേടിച്ചു. ബൈബിൾ കോളേജ് ചോദിച്ചു, ഇനി വീട്ടിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, വീട്ടിക്ക് പോകാൻ முடியாது, நீ எங்க போவேன்? நீ என்ன ஆண்டவருக்கு வேண்டி சாட்சி இருக்க மாட்டேன். நான் எங்க நாட்டுக்கு தான் போவேன், வீட்டுக்கு போவேன், நாட்டுக்கு தான் போவேன். നാട്ടിക്ക് പോയി. അവിടെ ഓടിച്ച് നിന്നുകൊണ്ട് തിന്നല് കടന്നിട്ട് വെള്ളം കുടിച്ച് കുറെ നാൾ ജീവിച്ചു. തിന്നല് കടന്നു. പ്രൈസ്തലോട് ഹല്ലേലൂയ. ആമേൻ. കടന്നുകൊണ്ട് രാത്രിയാകുമ്പോൾ ദൈവാത്മ ഇടപെട്ടു. ചുറ്റിലും യേശു തട്ടാൻ ചോദിക്ക്. ഒന്നോട് രാത്രി 12 മണിക്ക് പ്രീസ്റ്റോട് ഹല്ലേലൂയ ഉറങ്ങാതെ ആത്മാവെ നന്ദികൊണ്ട് പ്രീസാ പോയി. അമ്പലത്തിൽ ചുറ്റിലും യേശു രക്തം ചെയ്യും, യേശു രക്തം ചെയ്യും, യേശുടെ വലിയ ശബ്ദം വിടാതെ പൈസ 3 മാസം രാത്രി പകല് കഞ്ഞിയില്ല, വെള്ളമില്ല, കണക്കൻ വീടില്ല, എല്ലാം പുറത്തെ വെച്ച് ഒറ്റയ്ക്കാ. ആവില്ല പൈസയോട് ഹല്ലേലൂയ. ദൈവാത്മാവോട് കൂടെ ഉണ്ട്. പൈസയോട് കാണിക്കും. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ അമ്പലത്തിൽ പരിപാടി നടന്നു. ഭയങ്കര പൂജ, ഭയങ്കര പ്രവർത്തനം, ഭയങ്കര കാര്യങ്ങൾ. പക്ഷെ ചതന്നുമില്ല, ചലിക്കുന്നില്ല, പുലരിക്ക് സാധാരണ നടക്കുമല്ലോ. എന്നെ പറ്റി അന്വേഷിച്ച് അവർ നോക്കുമ്പോഴേ ഇന്ന് നാട്ടിൽ നിന്ന് ഒരു പയ്യൻ യേശുവിനെ സുന്ദരസംഗതി സ്വീകരിച്ച് ബൈബിളിൽ പഠിച്ച് അവർ ആപ്പിൽ നിന്ന് വചനം കുടിച്ച് ഇങ്ങ് വന്ന് ഇങ്ങനെ വിരട്ടുகிறார். நீங்க நிற்க முடியாது, പയ്യനെ അടിച്ച് ഒതുക്കാൻ നോക്കി. പയ്യനപ്പം മാറി നിന്നു. ദൈവാത്മ ഇടപെടിക്കുക. 6 മാസം ആകുമ്പോൾ 6 മാസം ആകുമ്പോൾ അമ്പലം കാലി. അവരുടെ വിഗ്രഹങ്ങളും മൊത്തം മാറ്റി. അവിടെ പ്രവർത്തനമില്ല. ഭയങ്കര അത്ഭുതമായി ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. സംഭവം അമ്പലം കൂട്ടി വേറെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പരിപാടി തുടങ്ങി. ഇവിടെ പൂട്ടിക്കഴിഞ്ഞ ശേഷം 1 വർഷം ആകുമ്പോൾ ഒരാൾ പറഞ്ഞു, அந்த അമ്പലം പൂട്ടിക്കിടക്കെല്ലാം പൂട്ടിയിരിക്കില്ലേ, അത് അവനില്ല, വിഗ്രഹങ്ങളെ കൊണ്ടിട്ടില്ല, പൂജ ചെയ്തില്ല. ഇനി അവർ വേണ്ട വിളിച്ച് ഉപേക്ഷിച്ചു. നീ ഒരു കാര്യം ചെയ്യും, താക്കോല് വാങ്ങിച്ചിട്ട് ഊരിൽ പോയി പ്രാർത്ഥന തുടങ്ങിക്കും. പ്രാർത്ഥന തുടങ്ങിക്കും. അങ്ങനെ പോലെ തന്നെ ചെയ്തു. ഓരോന്ന് തൂത്ത് വാരി ക്ലീൻ ചെയ്തിട്ട് പാവുണ്ട് മുടക്കൽ മടക്കി കണ്ണര് വിട്ട് ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ തുടങ്ങി. ആമേൻ. പൈസലോട് 1 വർഷത്തിന് ഉള്ളിൽ 300 പേർ സാധനം കൊടുത്ത് സഭയിൽ ചേർത്തു. അതാണ് സഭ ദൈവം പ്രവർത്തിക്കുന്നത്.
എന്നെ കൊണ്ട് സാധിക്കുന്നു പറഞ്ഞാൽ ദൈവം സാധിപ്പിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ സഭയായി, ആമേൻ. വലിയ സഭയായി 3000 കുടുംബത്തിൽ നിന്ന് 300 രക്ഷിക്കണമെന്നൊക്കെ എല്ലാ വീട്ടിലും പാട്ടും പ്രാർത്ഥനമായി. ആമേൻ. ഒന്നും പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ ശക്തി, അതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ. നമ്മുടെ പിറകിൽ ആയിരുന്നു, നമ്മുടെ പിറകിൽ നടക്കുവാൻ, നമ്മുടെ പിറകിൽ കഷ്ടപ്പെടാക്കുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ശക്തനാണ്. ഹല്ലേലൂയ. Glory to God. Amen. Praise the Lord. ചുരുക്കം പോവുകയാണ്. ഇതുപോലെ യേശു തനിമൈത ഉലകത്തിൽ വന്നത്. യേശു കൂട്ടത്തിലെ വേറെ யாருமே இல்லை. ஹல்லேலூயா. தூதன்மாரி இல்லை, சிஷ்யன்மாரி இல்லை, இயேசுக்கு அப்பா அம்மா இல்லை, சொந்தக்கார் பெந்தக்காரும் இல்லை. ആമേൻ. മാനവ രാശിക്ക് വേണ്ടി രക്ഷകനായി യേശു ഒറ്റയ്ക്ക് ജനിച്ച് വളർന്നാൻ. 33 വർഷക്കാലം ഒറ്റയ്ക്ക് இருந்தான். ஹல்லேலூயா. அதுக்கு பிறகு ஆண்டவர் இயேசு யாருன்னு காட்டி கொடுத்தார். ஹல்லேலூயா. ஹல்லேலூயா. Praise the Lord. Praise the Lord. ஹல்லேலூயா. ஒரு காரியம் கூட. ஆமென். அபிரகாமுக்கு பேரக்குட்டிக்கு பேர் என்னது? அபிரகாமுக்கு பேரக்குட்டிக்கு பேரு யாக்கோபு. இல்லையா? யாக்கோபு. Praise the Lord. யாக்கோபு അപ്പനെയും വഞ്ചിച്ചു, അണ്ണനെയും വഞ്ചിച്ചു, മാമനെയും വഞ്ചിച്ചു, മാമാവളെ മക്കളെയും വഞ്ചിച്ചു. ഇല്ലേ പാസ്റ്റർ? ശരിയല്ലേ? കുശലവൻ, നമ്മുടെ ഇപ്പോഴാണെങ്കിൽ കൊല്ലാത്തവൻ, ഗുണപ്പെടാത്തവൻ, அப்படி இப்படி പറയുന്നില്ലേ? Praise the Lord. Hallelujah. യാക്കോബിനെ പ്രവൃത്തി കണ്ട സഭയ്ക്കും കേട്ട പൊള്ളിയില്ല, വീട്ടിക്ക് കേട്ട പൊള്ളിയില്ല. ആണോ? ശരിയില്ലേ? പക്ഷെ അന്ന് യാക്കോബ് ഒറ്റയ്ക്ക് ഉണ്ട്. യാക്കോബ് തനിമയിലുണ്ട്. വേറെ യാക്കോബ് ഇല്ല. വേറെ യാക്കോബ് അണ്ണ ഇല്ല. ആമേൻ. വീട്ടിലും കൊള്ളാതെ, മാമനും കൊള്ളാതെ, അപ്പനും കൊള്ളാതെ, അണ്ണനും കൊള്ളാതെ, വീട്ടിലും കൊള്ളാതെ, ദൈവത്തിനെയും കൊള്ളാതെ, അത് കൊള്ളാത്തവൻ ദൈവം കൊള്ളവനായി മാറ്റി. ആമേൻ. ഹല്ലേലൂയ. അന്ന് യാക്കോബ് വന്നതുകൊണ്ട്, യാക്കോബ് വന്നതുകൊണ്ട് ഇന്ന് അപ്പടിപ്പെട്ട യാക്കോബ് 10,000 ലക്ഷക്കണക്കിന് ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള യാക്കോബാന് മാത്രം വേണം. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള യോന മാത്രം വേണം.